ഇന്ദിരാ ഗ്യാരണ്ടി ഫ്രീ ആയിട്ട് KSRTCയിൽ ബസ് യാത്ര നടപ്പിലാക്കാത്തതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരത്തും അതുപോലെ വിവിധ KSRTC സ്റ്റാൻഡുകളിലൊക്കെ അരങ്ങേറിയത്. ആദ്യം നമുക്ക് ആ സമരം ഒന്ന് കണ്ടിട്ട് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അത് നടപ്പാക്കാൻ എന്ന് കോൺഗ്രസ് പറഞ്ഞ ദിവസം മെയ് 15 നടപ്പായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സുകളിൽ പ്രതിഷേധവുമായി മഹിളാ മോർച്ച ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലത്തുനിന്നുള്ള കാഴ്ചയാണ്. ജയശങ്കറുണ്ട്. ജയശങ്കർ, കൊല്ലത്തും നേരത്തെ ഒരു പ്രതിഷേധം കണ്ടാണ്. കൊല്ലത്തും മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയാണോ? ഓക്കെ, അപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലാണ് സമരങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ BJPക്കാരോടും അതുപോലെ ഈ മഹിളാ മോർച്ച കുലസ്ത്രീകളോടൊക്കെ പറയാനുള്ളത്, ആദ്യം കോൺഗ്രസ്സുകാരൊന്ന് അധികാരത്തിലേക്കൊന്ന് ഇരുന്നോട്ടെ. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ല. മെയ് 23, 21 സത്യപ്രതിജ്ഞ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അതിന് തൊട്ടു മുമ്പ് ആ 21 വരെയുള്ള കാലയളവിൽ ശരിക്കും ഭരിക്കുന്നത് പിണറായി സർക്കാരിനെയാണ്. അവർക്ക് ഒരു കാവൽ മുഖ്യമന്ത്രി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് പോളിസി റിലേറ്റഡ് ആയിട്ട് ഉള്ള വലിയ ചേഞ്ചോ അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ് സത്യത്തിൽ ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ളൊരു സ്കീം അവതരിപ്പിച്ചത്. അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും എനിവേ ഇപ്പോൾ വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാടൊക്കെ ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രോസും കോൺസിക്വൻസും ഒക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ മെയ് 15 ആകുമ്പോഴേക്കും KSRTCയിൽ ഫ്രീ ആയിട്ട് ട്രാവലിംഗ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിന് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രഹസന നാടകം കാണിക്കുന്നത്. നമ്മളിതിന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രഹസനം ഒരുപാട് കണ്ടതാണ്. ഇപ്പോൾ ഗ്യാസിന് 50 രൂപക്ക് പെട്രോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു നമ്മളുടെ ശോഭാ സുരേന്ദ്രനൊക്കെ നേതൃത്വത്തിൽ കുറച്ച് മുമ്പ്. പിന്നെ അതിനുശേഷം പ്രധാനപ്പെട്ട പെട്രോളിൻ്റെ ഒരു കേസ് പറഞ്ഞു. അതുപോലെ ഗ്യാസ് കുറ്റി തലയിൽ വെച്ചിട്ട് ഒരു പ്രതിഷേധം കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. എന്നിട്ട് ഗ്യാസ് ഇപ്പോൾ ഏറ്റവും പ്രീമിയം റേറ്റിലൊക്കെയാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ അറൗണ്ട് കൊമേഴ്ഷ്യൽ ഗ്യാസിനൊക്കെ 6000-ൻ്റെ അടുത്തൊക്കെ 5000-6000 റേഞ്ചിലൊക്കെയാണ് അത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിക്കൊണ്ട് ആണ് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്ക് വന്നത്. എന്നിട്ട് ഇപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. എനിവേ ഇവരോട് ഇപ്പം അതിനെപ്പറ്റി ചോദിച്ചിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷെ നമ്മൾ KSRTCൻ്റെ കേസ് പറയാം. അവരേതായാലും കോൺഗ്രസ് ഗവൺമെൻറ്റിന് അത്തരമൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ സോഷ്യൽ മീഡിയ കാലത്തെ ഒരു സർക്കാർ ആയതുകൊണ്ട് തന്നെ ശക്തമായ ഓഡിറ്റിങ് അവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് KSRTCൻ്റെ വിഷയത്തിൽ സ്പെഷ്യലായിട്ടുണ്ടാവും. കാരണം യങ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് റീലുകളും മറ്റൊക്കെ ആയിട്ട് അവർ വരുന്നത് KSRTCയിൽ ഇനി ട്രാവൽ ചെയ്യണം, അതിനി കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ടൂർ പോകണം എന്നുള്ള ഒരുപാട് ട്രിപ്പ് പ്ലാനിങ്ങളൊക്കെ നടത്തുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വളരെ വിജിലൻ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ആലോചിക്കും. പക്ഷേ അതിനു മുമ്പ് അവർക്കൊരു സമയം കൊടുക്കണ്ടേ? ഒരു 3-4 ആൾക്കാർ KCയും RCയും VDയും സതീശനൊക്കെ ഒരുമിച്ച് കൂടി ഒരു മുഖ്യമന്ത്രി റേസിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഏതായാലും ഇനി അതിനുശേഷം മന്ത്രിസഭ വരണം. മന്ത്രിസഭയിലെ ആളുകൾക്ക് ഓരോ ആളുകൾക്കും അവരുടെ പോർട്ട്ഫോളിയോ വിതരണം ചെയ്യണം. പിന്നെ ഖജനാവിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കണം. കാരണം ഇത്തരം ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് കൊടുക്കുമ്പോൾ KSRTCക്ക് സ്വാഭാവികമായിട്ടും നഷ്ടം നന്നായിട്ടുണ്ടാവും. ആ നഷ്ടം നികത്താൻ ഖജനാവിൽ നിന്നെടുത്ത് പൈസ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം റവന്യൂ റിസോഴ്സുകൾ അവർ കളക്ട് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അല്ലാതെ അധികാരത്തിൽ വന്ന തൊട്ടുടനെ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാകുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാജമായ നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഹിളാ മോർച്ചക്കാരൊക്കെ ഒന്ന് അടങ്ങ്, നമുക്ക് സമയമായിട്ടില്ല, കുറച്ചുകൂടി കാത്തിരിക്കും. എന്നിട്ട് അവർ നടപ്പിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമരവും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ BJPക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ഒരു മാറ്റം ഇവരുടെ സമര രീതികളിലൊക്കെ വന്നിട്ടുണ്ട്. സാധാരണ അയ്യപ്പ സംഗമം, ശബരിമല ക്ഷേത്രപ്രവേശനം, അങ്ങനത്തെ ഒരു മതകീയമായ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് സാധാരണ ഇവർ സമരം ചെയ്യാറുള്ളത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കാര്യമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഇവർക്ക് സമയം കൊടുക്കണ്ടേ? ഒരു ഗതാഗത മന്ത്രി വരട്ടെ, എന്നിട്ടല്ലേ ഈ KSRTCയിലുള്ള ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, വളരെ തൊട്ടുടനെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ടൊരു ബസ് ട്രാവലിംഗ് ഒക്കെ നടപ്പിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെയൊക്കെ ഇത് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ അവർക്ക് പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് ജെൻഡർ ടിക്കറ്റിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ജെൻഡർ ടിക്കറ്റിങ്ങിൽ സ്ത്രീകൾ ആരാണ് എന്ന് വെരിഫൈ ചെയ്യണം. കാരണം ഇനി യാത്രക്കാർ പാസഞ്ചേഴ്സൊക്കെ വരുന്ന സമയത്ത് ആ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്യണം. സ്ത്രീകൾക്കാണ്
ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് അവർ കൊടുക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ജനറൽ ടിക്കറ്റിംഗ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാൻ ഉണ്ട്, പക്ഷേ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആദ്യം ഒരു 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് കൊടുക്കുക. പിന്നെ ഫേസ് ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ദീർഘദൂര യാത്രക്കാരെ ഒഴിവാക്കിയിട്ട് മീഡിയം അതുപോലെ ഷോർട്ട് ടേം ട്രാവലിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുക. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ തൊട്ടുടനെ തന്നെ ഒരു മിനിസ്ട്രി ഫോം ചെയ്ത് തൊട്ടുടനെ തന്നെ തീരുമാനങ്ങളൊക്കെ വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷ കേരളത്തിൽ ഒരു ജനങ്ങൾക്കും ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ മഹിളാ മോർച്ചക്കാരുടെ പ്രവർത്തനമൊക്കെ കാണുമ്പോൾ വേറൊന്നും അവരോട് പറയാനില്ല. ഇതൊക്കെ തന്നെയാണ്. കുറച്ച് സമയം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സമരങ്ങളൊക്കെ നടത്താം. അതല്ല അതിൻ്റെ ഒരു ശരി.